4 വ്യക്തികൾ ചേർന്നൊരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിപ്പാൻ കഴിയാതെ വണ്ണം ആയിരുന്നു. അതെ, പക്ഷപാതക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ തളർന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന മനുഷ്യൻ, പ്രതീക്ഷ മുഴുവൻ കൈവിട്ട വ്യക്തിത്വം. ഇവിടെയാണ് പ്രതീക്ഷ കൈവിടാതെ പ്രതീക്ഷയോടുകൂടെ 4 പേർ യേശുവിൻ്റെ അരികിലേക്ക് ആ തളർന്ന മനുഷ്യനെ എത്തിക്കുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രതീക്ഷയില്ലാത്ത വ്യക്തിത്വത്തിന് പ്രതീക്ഷ പകരുവാൻ ആ 4 പേർക്ക് കഴിയുകയാണ്. ഇത് ഒരസാധാരണമായ വിശ്വാസമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിച്ചതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന 4 വ്യക്തികൾ ഒരിക്കലും യേശുവിൻ്റെ അടുക്കൽ ചെന്നെത്തുവാൻ കഴിയാത്ത സാഹചര്യം. അതുപോലെ പുരുഷാരം അവിടെ തിരക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അസാധാരണമായ സാഹചര്യമാണെങ്കിലും, അപരിചിതമാകുന്ന ജീവിത സാഹചര്യമാണെങ്കിലും, യേശുവിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ ആരെങ്കിലും ചെല്ലുവാൻ തയ്യാറായാൽ അവരെ തൊടുവാനും അവരുടെ പ്രതിസന്ധികളെ ശാസിക്കുവാനും യേശുവിന് കഴിയും എന്ന് നാം മറന്നു പോകരുത്. യേശുവിൻ്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ ചെല്ലുവാൻ നാം തയ്യാറാകണം. പലപ്പോഴും നാം ചിന്തിച്ചു നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒത്തിരി സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ സമ്മർദ്ദം നിറഞ്ഞ അവസരങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരാം. എന്നാൽ പ്രതീക്ഷയോടെ ചിലതിനെ വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് നാം എത്തപ്പെട്ടാൽ യേശു സൗഖ്യമാക്കുവാൻ പ്രയത്നിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിങ്കലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു ആ 4 പേർ യേശുവിൻ്റെ അടുക്കലേക്ക് ആ പക്ഷപാതക്കാരനെ എത്തിക്കുവാൻ കാരണം. വൈദ്യന്മാരെക്കാൾ, ലോകത്തിലെ ശക്തിമാന്മാരെക്കാൾ യേശുവിന് ചിലത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ. അതെ, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മളുടെയും ജീവിതത്തിൽ ചിലത് കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയും. നമ്മളിൽ ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ, നാം ശരിയായി പ്രയത്നിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: ഡോണ്ട് ഗീവ് അപ്പ് ഓർ നെവർ ഗീവ് അപ്പ്. ഒരിക്കലും പിന്തിരിയരുത്. കാരണം ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. പിന്നെയും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിന്നേഴ്സ് നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം പഠിക്കുമ്പോൾ പിന്തിരിഞ്ഞു പോകാത്ത സകലരും വലിയ വിടുതൽ പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറിച്ച് പിന്തിരിഞ്ഞു പോയ സകലരും ഒന്നും നേടുവാൻ കഴിയാത്തവരായി തകർന്നു പോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിലും വിന്നേഴ്സ് നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻ.